കിരീടത്തോടെ സീസൺ അവസാനിപ്പിച്ച് ബയർ ലെവർകൂസൻ. DFB പൊകൽ കലാശ പോരാട്ടത്തിൽ ക്ലൗട്ടണിനെ പരാജയപ്പെടുത്തി ബയർ ലെവർകൂസൻ സീസണിലെ 2ാം കിരീടം നേടി. ഫൈനലിൽ എതിരില്ലാത്ത ഒറ്റ ഗോളിനായിരുന്നു ലെവർകൂസന്റെ വിജയം. മത്സരത്തിന്റെ 17ാം മിനിറ്റിൽ ഗ്രാനിറ്റ് ഷാക്കയാണ് ലെവർകൂസന്റെ കിരീടമുറപ്പിച്ച ഗോൾ നേടിയത്. ഒരു കിടിലൻ ലോങ് റേഞ്ചറിലൂടെയാണ് ഷാക്ക പന്ത് വലയിലെത്തിച്ചത്. ആദ്യ പകുതിക്ക് പിരിയും മുൻപ് ഒഡിലോൺ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായെങ്കിലും 2ാം പകുതിയിൽ 10 പേരുമായി കളിച്ച ലെവർകൂസൻ മത്സരം വിജയിച്ചു. ബുണ്ടസ്ലീഗയ്ക്ക് പിന്നാലെ DFB പൊകൽ കൂടി നേടിയതോടെ ലെവർകൂസന്റെ ചരിത്രത്തിലെ 4ാം കിരീടം ഷെൽഫിലെത്തിക്കാൻ കോച്ച് സാബി അലോൺസോയ്ക്ക് കഴിഞ്ഞു. സാബിയുടെ കീഴിൽ അത്ഭുതാവഹമായ കുതിപ്പാണ് ലെവർകൂസൻ സീസണിൽ കാഴ്ചവെച്ചത്. അപരാജിതരായ ബുണ്ടസ്ലീഗ ചാമ്പ്യന്മാരായി. ബുണ്ടസ്ലീഗ ചരിത്രത്തിൽ ഇൻവിൻസിബിൾ കിരീടം നേടുന്ന ആദ്യ ടീം. സീസണിലാകെ തോറ്റത് ഒറ്റ മത്സരം, അതും യൂറോപ്പ ലീഗ് ഫൈനലിൽ. 1984 ശേഷം ലെവർകൂസൻ ഒരു യൂറോപ്യൻ ഫൈനൽ കളിക്കുന്നത് ഈ സീസണിലാണ്. ഏറ്റവും ഒടുവിൽ DFB പൊകൽ കിരീടവും. സീസണിലാകെ 53 മത്സരങ്ങൾ കളിച്ച ലെവർകൂസൻ 43 വിജയങ്ങളും 9 സമനിലയും 1 തോൽവിയുമായാണ് സീസൺ പൂർത്തിയാക്കുന്നത്. 144 ഗോളുകൾ സ്കോർ ചെയ്ത ലെവർകൂസൻ വഴങ്ങിയതാകട്ടെ 42 ഗോളുകളാണ്. മുഖ്യപരിശീലകൻ എന്ന നിലയിൽ തന്റെ ആദ്യ മുഴുവൻ സീസണിൽ സാബി അലോൺസോ ബയർ ലെവർകൂസനായി ഒരു ചരിത്ര സീസൺ തന്നെ സൃഷ്ടിച്ചു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.